ഹലോ, ഇന്ന് ഈസ്റ്റർ സ്പെഷ്യലായിട്ട് നല്ല സോഫ്റ്റായിട്ടും ഒട്ടും പുളിയില്ലാത്ത നല്ല വട്ടയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വട്ടയപ്പത്തിനായിട്ട് ഒരു 5 മണിക്കൂർ കുതിർത്ത പച്ചരി ഒരു 2 കപ്പ് എടുത്ത് വെച്ചേക്കുവാണ്. മിക്സിയുടെ ജാറിലേക്കിട്ട് ഈ അരി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം. ഞാൻ ഒരു 1/2 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അരിതാ ഇപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടില്ല, കുറച്ച് തരിയുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ അരച്ച മാവിൽ നിന്നും ഒരു 3 ടേബിൾ സ്പൂൺ എടുത്ത് നമ്മൾ വേറൊരു സോസ്പാനിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓണാക്കി നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുവാണ്. നന്നായി ഒന്ന് കുറുക്കിയെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും. നന്നായിട്ടൊന്ന് കുറുകി കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് കൂൾ ഡൗൺ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഇനി കൂൾ ഡൗൺ ചെയ്ത ഈ ഒരു കപ്പി കാച്ചിയത് നമ്മൾ അരച്ച് വെച്ച കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് തേങ്ങ, ഞാനൊരു 1 കപ്പ് തേങ്ങ, 1 മുതൽ 1.5 കപ്പ് വരെ തേങ്ങ ചേർക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് വരെ ചേർക്കാം. ഇതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഇപ്പോൾ ചേർക്കുന്നു. ഇത് നന്നായിട്ട് ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റും 1/2 ടീസ്പൂൺ ഏലക്കയുടെ പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഇതും കൂടെ ചേർത്ത് ഒന്ന് പെട്ടെന്നൊന്ന് അടിച്ചെടുത്താൽ മതി, ഒന്ന് കമ്പൈൻ ചെയ്യാനായിട്ട്. ഇതായിപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വെച്ച് കൊടുക്കാം. ഇതൊന്ന് നമ്മളൊരു 5-6 മണിക്കൂർ ഒന്ന് പൊങ്ങി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് നമുക്ക് കവർ ചെയ്ത് വെക്കാം. പക്ഷേ ഒത്തിരി അങ്ങ് ടൈറ്റായിട്ട് കവർ ചെയ്തണ്ട, ഒന്ന് എയർ പോകത്തക്ക രീതിയിലാണ് കവർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതായിപ്പോൾ ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി മാവ് നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് പത പോകാത്ത രീതിയിൽ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഒരു സ്റ്റീമറിൽ വെള്ളം വെച്ച് നന്നായിട്ട് ബോയിൽ ചെയ്യാൻ വെച്ചിരുന്നു. അതിലേക്ക് ഒരു വട്ടപ്പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടിയ വട്ടപ്പാത്രമാണ്. അതിലേക്ക് പതുക്കെ തന്നെ മാവിൻ്റെ ആ പൊങ്ങിയത് പോകാതെ പതുക്കെ ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം. ഒരു 15-20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ വട്ടയപ്പം റെഡി ആയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതുപോലെ ഞാൻ ബാക്കി വട്ടയപ്പം ഉണ്ടാക്കിയെടുത്തു. എനിക്കൊരു 3 വട്ടയപ്പം ഈ ഒരു അളവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും നല്ലൊരു ഈസ്റ്റർ എല്ലാവർക്കും ആശംസിക്കുന്നു. താങ്ക്